എല്ലാവർക്കും ഫ്രൈഡേ കിച്ചൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തോരൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നവർ അല്ലെങ്കിൽ ബാച്ചിലേഴ്സൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പണികൾ തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ. ചട്ടിയിൽ വെച്ച് അല്ലെങ്കിൽ ചീനിച്ചട്ടിയിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വറ്റിക്കണം, അതിൻ്റെ ഇടയ്ക്ക് നമ്മളത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. നമുക്ക് സമയം ലാഭിച്ച് നല്ല പെർഫെക്റ്റായിട്ട് കുഴഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് നമുക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ബീൻസ് തോരൻ ഉണ്ടാക്കുമ്പോൾ അത് അരിഞ്ഞ് ചട്ടിയിലോ അല്ലെങ്കിൽ ചീനിച്ചട്ടിയിലോ ഒക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാണ് വേവിക്കുന്നത്. അത് വേകണം, പിന്നെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയമെടുക്കും. സാധാരണഗതിയിൽ അതൊന്ന് വെന്ത് വരാനൊരു സമയമെടുക്കും. സാധാരണ നിങ്ങൾ ബീൻസ് തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ. നല്ല പെർഫെക്റ്റായിട്ട് കുഴഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് നമുക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീൻസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബീൻസ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നിങ്ങളുടെ ഉചിതം പോലെ കട്ടിംഗ് പാഡിൽ വെച്ച് അരിയേണ്ടവർക്ക് കട്ടിംഗ് പാഡിൽ വെച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ കൈ വെച്ചാണ് ഈസിയെങ്കിൽ കൈ വെച്ച് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ തേങ്ങ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച്. ഇതൊരു 1/2 കപ്പ് തേങ്ങയുണ്ട്. ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2-3 കറിവേപ്പില നമുക്ക് ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മുടെ കൈ വെച്ചത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക. സാധാരണ രീതിയിൽ നമ്മൾ മിക്സിയിൽ ഇതൊന്ന് ഒതുക്കിയെടുക്കുക ചെയ്യാറ്. സമയം ലാഭിച്ച് പെട്ടെന്ന് എങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൈ വെച്ച് ഇതൊന്ന് തിരുമി കൊടുക്കുക. അപ്പോൾ സവോളയും മുളകും ഈ തേങ്ങയും കറിവേപ്പിലയും ഉപ്പും മഞ്ഞളെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരും, നല്ലൊന്ന് ഒതുങ്ങി വരും അത്. ഇനി ഒതുക്കിയ ഈ മിക്സ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കുക്കറിലേക്ക് ഈ ബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, മിക്സ് ചെയ്ത ഈ തേങ്ങയും മുളകും സവോള എല്ലാം കൂടെ നമുക്ക് ഈ ബീൻസിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ കൈ വെച്ചൊന്ന് തിരുമ്മി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കുക. നമുക്കൊന്ന് ആവി കയറി കിട്ടാനുള്ളത് മാത്രം വെള്ളം മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം. നമുക്കിതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിലടുപ്പിക്കണം. നിങ്ങളിത് വിസിലടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ 1 വിസിലടിച്ചാൽ മതി. അപ്പോൾ 1 വിസിലടിച്ച ശേഷം എടുക്കുന്നെങ്കിൽ കുക്കറിലിരുന്നത് വേഗം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ച ശേഷം അതിൻ്റെ എയർ കളയുക. ഇപ്പം നോക്കിക്കേ, നമ്മുടെ ബീൻസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അടിയിൽ പിടിച്ചിട്ടില്ല, നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും കുറച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീൻസ് ഈ കടുകിൽ മുട്ടിച്ച മിക്സിയിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചട്ടിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് നമുക്ക് കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തോരൻ കറി കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റിനും ഒന്നും ഒരു വ്യത്യാസം വരാതെ നല്ല ടേസ്റ്റിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതൊന്ന് അരിയാനുള്ള ഒരു താമസം മാത്രം മതി. നമുക്ക് ബീൻസ് അരിഞ്ഞ് കുറച്ച് സമയം എടുക്കും. ഇത് കുക്കറിലേക്ക് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ 2 വിസിലടിച്ച് അതിൻ്റെ എയർ കളഞ്ഞു കഴിഞ്ഞ് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ജോലി കഴിഞ്ഞ് വരുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തോരനാണ്. നമ്മൾ സമയം കൂടുതലാണല്ലോ എന്നോർത്ത് മാറ്റി വെക്കുകയൊന്നും വേണ്ട. നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചിലപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളവരായിരിക്കാം. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.